നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അടിക്ക് തിരിച്ചടിയെന്നോണം ഇസ്രയേലിന്റെ ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങൾക്ക് നേർക്ക് ഇറാന്റെ വ്യോമാക്രമണം. ശനിയാഴ്ച ഇറാന്റെ നതാൻസ് ആണവ കേന്ദ്രത്തിന് നേർക്ക് ഇസ്രയേൽ US സൈന്യം നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 100-ലധികം പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. ഈ ആക്രമണം 3 ആഴ്ച പിന്നിടുന്ന യുദ്ധത്തിലെ നിർണായകമായ ഘട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. തെക്കൻ ഇസ്രയേലിലെ ഡിമോണ, അരാദ് എന്നീ നഗരങ്ങളെയാണ് ഇറാൻ ലക്ഷ്യം വെച്ചത്. ഇസ്രയേലിന്റെ അതീവ സുരക്ഷയുള്ള ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഈ മേഖലയിലാണ്. ഡിമോണ നഗരത്തിലെ സിവിലിയന്മാർ താമസിക്കുന്ന മേഖലയ്ക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ ആരോപിച്ചു. ഡിമോണയിലുള്ള ഷിമോൺ പെരസ് നെഗേവ് ആണവ ഗവേഷണ കേന്ദ്രം ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ജനവാസ കേന്ദ്രത്തിന് നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട്. കെട്ടിടങ്ങളുടെ മുൻഭാഗം തകരുകയും ഭൂമിയിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുകയും ചെയ്തതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മിസൈലുകളെ തടയാനായില്ല എന്നും റിപ്പോർട്ട് പറയുന്നു. ഡിമോണയ്ക്ക് സമീപമുള്ള നെഗേവ് ആണവ ഗവേഷണ കേന്ദ്രത്തിന് കേടുപാടുകൾ പറ്റിയെന്ന വാർത്തയെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെയോടെ ടെഹ്റാൻ ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു. അരാദിലും നിരവധി കെട്ടിടങ്ങൾ തകരുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രയേലിന്റെ ദേശീയ അടിയന്തര വൈദ്യസഹായ വിഭാഗമായ മാഗൻ ഡേവിഡ് അഡോമിന്റെ കണക്കനുസരിച്ച് അരാദിൽ 84 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ 10 പേരുടെ നില ഗുരുതരവുമാണ്. ഡിമോണയിൽ 33 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇറാന്റെ മിസൈലുകളെ തടയാൻ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല എന്ന് ഇസ്രയേൽ സൈന്യം സമ്മതിച്ചു. ലക്ഷ്യസ്ഥാനങ്ങളിൽ മിസൈലുകൾ നേരിട്ട് പതിക്കുകയായിരുന്നു. പരിക്കേറ്റ 10ഓളം പേരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. പലരുടെയും നില ഗുരുതരമാണെന്നാണ് വിവരം. 2 സ്റ്റേജ് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ് ഇറാൻ പ്രയോഗിച്ചതെന്ന് ഇസ്രയേൽ സൈനിക മേധാവി ജനറൽ ഇയാൽ സാമിർ പറഞ്ഞു. ഇറാന്റെ മിസൈൽ ശേഷി അത്യാധുനികമെന്ന് ഈ ആക്രമണത്തിലൂടെ വ്യക്തമായി. ഇറാന്റെ ഏറ്റവും വലിയ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമായ നതാൻസിനു നേരെ ശനിയാഴ്ചയാണ് US-ഉം ഇസ്രയേലും ആക്രമണം നടത്തിയത്. ഇവിടെ ആണവ വികിരണ ചോർച്ച റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് ഇറാനിയൻ വാർത്താ ഏജൻസിയായ മിസാൻ അറിയിച്ചു. ടെഹ്റാനിൽ നിന്ന് ഏകദേശം 220 കിലോമീറ്റർ തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രത്തിന് നേർക്ക് യുദ്ധത്തിന്റെ ആദ്യവാരവും ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഇറാന്റെ മറ്റു ചില നഗരങ്ങളിലും ശനിയാഴ്ച ഉഗ്രസ്ഫോടനങ്ങളാണ് ഉണ്ടായത്. മാർച്ച് 21-ന് രാത്രി യുദ്ധം തുടങ്ങി 22-ാം ദിവസം ഇറാൻ നടത്തിയ ആക്രമണത്തിലാണ് ഇസ്രയേലിലെ 100-ലേറെ പേർക്ക് പരിക്കേറ്റത്. യുദ്ധം തുടങ്ങി ഇസ്രയേലിൽ ഒറ്റ ദിവസമുണ്ടായ ഏറ്റവും വലിയ അപകട നിരക്കാണ് ഇത്. ഇറാൻ ഇസ്രയേലിൽ നടത്തിയ വലിയ തോതിലുള്ള ആക്രമണത്തിന് പിന്നാലെ ട്രംപ് മുന്നറിയിപ്പുമായി എത്തിയിട്ടുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ USA-ക്കും ഇസ്രയേലിനും മുന്നിൽ അടച്ചിട്ടിരിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് തുറക്കണം. ഇതാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. കടലിടുക്ക് തുറന്നില്ല എങ്കിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ തന്ത്രപ്രധാനമായ പാത അടച്ചതിനെ അപലപിച്ച് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കാൻ സഹായിക്കാൻ 22 രാജ്യങ്ങളാണ് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുള്ളത്. UAE, UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലാൻഡ്സ്, ജപ്പാൻ, കാനഡ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, ന്യൂസിലാൻഡ്, ഡെൻമാർക്ക്, ലാത്വിയ, സ്ലോവേനിയ, എസ്റ്റോണിയ, നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്, ചെക്കിയ, റൊമേനിയ, ബഹ്റൈൻ, ലിത്വാനിയ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ ഒപ്പിട്ട ഒരു സംയുക്ത പ്രസ്താവന UAE വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. ഗൾഫിലെ നിരായുധരായ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ അടുത്തിടെ നടത്തിയ ആക്രമണങ്ങളെയും എണ്ണവാതക മേഖലകൾ ഉൾപ്പെടെയുള്ള സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കു നേരെ ഉണ്ടായ ആക്രമണങ്ങളെയും ഇറാനിയൻ സൈന്യം ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടിയതിനെയും ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു എന്ന് പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ കൺവെൻഷൻ പ്രകാരം അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാന തത്വമാണ് ജലഗതാഗതത്തിനുള്ള സ്വാതന്ത്ര്യം എന്ന് പ്രസ്താവന ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇറാന്റെ നടപടികളുടെ അനന്തരഫലങ്ങൾ ലോകമെമ്പാടും പ്രത്യേകിച്ച് ഏറ്റവും ദുർബലരായ സമൂഹങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പ്രസ്താവന കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. UNSC പ്രമേയം 2817 അനുസരിച്ച് അന്താരാഷ്ട്ര ഷിപ്പിംഗിലെ അത്തരം ഇടപെടലുകളും ആഗോള ഊർജ്ജ വിതരണ ശൃംഖലകളുടെ തടസ്സവും ലോക സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് ഞങ്ങൾ ഊന്നി പറയുന്നു. ഇക്കാര്യത്തിൽ എണ്ണവാതക സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്ക് ഉടനടി സമഗ്രമായ മൊറട്ടോറിയം ഏർപ്പെടുത്തണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്നാണ് പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്.
കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നതിനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ രാജ്യങ്ങൾ തയ്യാറാണെന്നും മറ്റു രാജ്യങ്ങൾ നടത്തുന്ന തയ്യാറെടുപ്പ് സ്വാഗതം ചെയ്തതായും പ്രസ്താവനയിൽ പറഞ്ഞു. തന്ത്രപരമായ പെട്രോളിയം കരുതൽ ശേഖരത്തിന്റെ ഏകോപിത പ്രകാശനത്തിന് അംഗീകാരം നൽകാനുള്ള അന്താരാഷ്ട്ര ഊർജ ഏജൻസിയുടെ തീരുമാനത്തെയും അവർ സ്വാഗതം ചെയ്തു. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുമായി പ്രവർത്തിക്കുന്നത് ഉൾപ്പെടെ ഊർജ വിപണികളെ സ്ഥിരപ്പെടുത്തുന്നതിന് കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളും ഉൾപ്പെടെ ശ്രമങ്ങൾ നടത്തുമെന്ന് പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതേസമയം 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ല എങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലാണ് ട്രംപിന്റെ പ്രതികരണം ഉണ്ടായത്. തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കും, ഏറ്റവും വലിയ ഊർജ്ജ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ആക്രമണം തുടങ്ങുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിട്ടുണ്ട്. ഇതേസമയം ഇറാനുമായുള്ള യുദ്ധം ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്നും പോരാട്ടം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ട്രംപ് ഇക്കാര്യവും അറിയിച്ചത്. എന്നാൽ പ്രസിഡന്റിന്റെ പ്രസ്താവനകൾ പുറത്തു വരുമ്പോഴും ഹോർമൂസ് കടലിടുക്ക് വീണ്ടെടുക്കാനായി ഇറാനിയൻ ഡ്രോണുകൾക്കും നാവിക കപ്പലുകൾക്കും നേരെ അമേരിക്കൻ സൈന്യം വ്യോമാക്രമണം ശക്തമാക്കുകയാണ്. ഇസ്രയേൽ US ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയായി ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ശനിയാഴ്ചയും അയവുണ്ടായിട്ടില്ല. ഇറാന്റെ 22 ഡ്രോണുകൾ വെടിവെച്ചിട്ടെന്ന് സൗദി അറേബ്യ അറിയിച്ചു. ഇസ്രയേലിലെ ടെല്ലവീവ്, ഏഗർ, ഹൈഫ ബേ എന്നിവിടങ്ങളിലും കുവൈറ്റിലെ അലി അൽ സലീം എയർബേസും സൗദിയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളവും ഇറാൻ ലക്ഷ്യമിട്ടിട്ടുണ്ട്. ജൂതരും ഇസ്ലാം മതവിശ്വാസികളും ക്രിസ്ത്യാനികളും പുണ്യനഗരമായി കണക്കാക്കുന്ന ജെറുസലേമിലെ പഴയ നഗരത്തിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായതാണ് ഏറ്റവും അതിശയമായിട്ടുള്ളത്. ആക്രമണങ്ങൾ തുടരുന്നതിനിടെ സൗദിയിലെ ഇറാൻ എംബസിയിലെ ഉദ്യോഗസ്ഥരോട് 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൈനിക പ്രതിനിധി, സഹായി, മിഷൻ സ്റ്റാഫിലെ 3 ഉദ്യോഗസ്ഥർ എന്നിവരോടാണ് നിർദ്ദേശം. ഇവരെ രാജ്യത്ത് തുടരാൻ അർഹതയില്ലാത്തവരായി പ്രഖ്യാപിച്ചു. സൗദി വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെതാണ് ഈ തീരുമാനം. ഇന്നലെ മുതൽ രാത്രി മുതൽ സൗദിയിലേക്ക് എത്തിയത് 20ഓളം ഡ്രോണുകളാണ്. വരും ദിവസങ്ങളിൽ ആക്രമണം ശക്തമാക്കുമെന്നും യുദ്ധം ഉടനെങ്ങാനും അവസാനിക്കില്ല എന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമാക്കി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങൾക്ക് മറുപടിയാണ് വെല്ലുവിളി. പശ്ചിമേഷ്യയിൽ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നത് ആഗോളതലത്തിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിയതായും വൈറ്റ് ഹൗസിലെ ഉന്നതരെ ഉദ്ധരിച്ച് വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. തനിക്ക് സമാധാനം വേണമെന്ന് ട്രംപ് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കുകയാണെന്ന് ട്രംപിന്റെ സൂചനകൾക്ക് പിന്നാലെ ഇപ്പോൾ നയമാറ്റവും ഭീഷണിയും ഉണ്ടായിരിക്കുന്നു. അതേസമയം തങ്ങളുടെ പ്രദേശങ്ങൾ ആക്രമിച്ചാൽ US-ന്റെ എല്ലാ ഊർജ വിവര സാങ്കേതിക വിദ്യാ കേന്ദ്രങ്ങളും ഉപ്പുവെള്ള ശുദ്ധീകരണ കേന്ദ്രങ്ങൾ അടക്കമുള്ളവ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ തങ്ങൾ ലക്ഷ്യമിടുമെന്ന് ഇറാനും മറുപടി നൽകിയിരിക്കുകയാണ്. ഇതോടെ ഇസ്രയേലും US-ഉം ആരംഭിച്ച ഇറാൻ യുദ്ധം വീണ്ടും നീണ്ടുപോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നതാണ് ഇത്. ഇതേസമയം പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചിയുമായി ടെലിഫോണിൽ സംസാരിച്ചു. മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും സംഘർഷം ലഘൂകരിക്കുന്നതിനുമുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായാണ് ചർച്ച. നിലവിലെ സങ്കീർണമായ സാഹചര്യങ്ങളിൽ ഇന്ത്യയുടെ ശക്തമായ ആശങ്ക ജയശങ്കർ അറിയിച്ചിട്ടുണ്ട്. ആക്രമണങ്ങൾ വെടിഞ്ഞ് ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര കപ്പൽപാതകളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ആഗോള വ്യാപാരത്തിന് അനിവാര്യമാണെന്ന് ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതിയെ ബാധിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകരുത് എന്ന് ജയശങ്കർ പറഞ്ഞു. ഇറാനിലും പരിസര പ്രദേശങ്ങളിലും കഴിയുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനെക്കുറിച്ച് ചർച്ചയിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്.